ഏറ്റവും വിശ്വസ്തനാണെന്ന് ആവർത്തിച്ച് പറയുകയും കുറ്റക്കാരനല്ലെന്ന് വ്യക്തമാക്കുകയും ചെയ്ത മുഖ്യമന്ത്രി അവസാനം ശക്തമായ ജനകീയ പ്രക്ഷോഭം വരാൻ പോകുന്നു എന്ന് കണ്ടപ്പോൾ അദ്ദേഹത്തെ തൽസ്ഥാനത്ത് നീക്കിയെങ്കിലും വിളിച്ചാൽ കേൾക്കുന്ന അകലത്തിൽ മാറ്റി നിർത്തി. ഇവിടെ ഈ 50 നൂറ്റാണ്ടിന് പറഞ്ഞതിന് മുമ്പ് കേരളത്തിലെ ജനങ്ങളുടെ ഹൃദയത്തിൽ വലിയ സ്ഥാനം ലഭിച്ച പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ അന്ന് പറഞ്ഞു ഈ ബന്ധത്തെ പറ്റി. ഈ സ്വർണ്ണക്കള്ളക്കടത്തുമായിട്ടുള്ള സംഗതി അതുപോലെയുള്ള മറ്റു കാര്യങ്ങൾ ഓരോന്നോരോന്ന് അദ്ദേഹം അനാവരണം ചെയ്തുകൊണ്ടേയിരുന്നു. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽസലാമ ഹൈ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ. ഇന്നിപ്പോ പറയുന്നതിനേക്കാൾ മുമ്പ് പറഞ്ഞൊരു കാര്യമുണ്ട്. ആ കാര്യം എന്താണ്? മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ട് ADGP മറ്റും നടത്തിക്കൊണ്ടിരിക്കുന്ന RSS അന്ന് വി.ഡി. സതീശൻ അത് പറഞ്ഞപ്പോൾ ഇന്നത്തേതുപോലെ ആരും കത്തിയില്ല. കാരണം അദ്ദേഹം പറഞ്ഞ സത്യം, ആ സത്യത്തെ ഉൾക്കൊള്ളുവാൻ പലരും തയ്യാറായി. ഞങ്ങളുടെ സംഘടനയിലെ യുവ നേതാക്കൾ കൃത്യമായിട്ട് പറഞ്ഞു, ഈ ADGP വർഗീയം കളിക്കുകയാണ്, മലപ്പുറം ജില്ലയെ അവമാനിക്കാൻ ശ്രമിക്കുകയാണ് എന്ന് MSF നേതാക്കൾ പറഞ്ഞു. ഞങ്ങൾ നേതായിരുന്നാലും പ്രതിപക്ഷമാണെന്നുകൊണ്ടായിരിക്കാം അത് ആ സ്വഭാവത്തിൽ പുറത്തേക്ക് വന്നു. തരം താണ വിധത്തിൽ അദ്ദേഹത്തെ വിശേഷം മറം നീക്കി പുറത്തു വന്നിട്ടുണ്ട്. ആ കള്ളക്കടത്തിൽ അതിൽ നേതൃത്വം കൊടുത്തത് മറച്ചു വെക്കാൻ കഴിയാത്ത സ്വഭാവം. ഈ വിധത്തിൽ BJPയുടെ RSSന്റെ സ്വരത്തിൽ ന്യൂനപക്ഷത്തിന്റെ രക്ഷ ഞങ്ങളായില്ല. ഞങ്ങൾ അന്നേ പറഞ്ഞു, ആ കള്ളക്കടത്തിൽ അതിൽ നേതൃത്വം കൊടുത്തത് ഇവിടെ എന്തുകൊണ്ടാണ് BJPയുടെ RSSന്റെ സ്വരത്തിൽ ഓരമായ കാര്യങ്ങൾ, ഭരണകൂടത്തെ ദുരുപയോഗപ്പെടുത്തുന്ന കാര്യങ്ങൾ അത് കേരളം കണ്ടുകൊണ്ടിരിക്കും. ഞങ്ങൾ അന്നേ മറച്ചു വെക്കാൻ കഴിയാത്ത സ്വഭാവം.